ഇടുക്കി പരുന്തുംപാറയിൽ അനധികൃതമായി നിർമ്മിച്ച റിസോർട്ടിനെതിരെ നടപടിയുണ്ടാകാതിരിക്കാൻ കുരിശു പണിത സംഭവത്തിൽ ക്രിമിനൽ കേസെടുത്തു പോലീസ്. നിരോധനാജ്ഞ ലംഘിച്ച് നിർമ്മാണം നടത്തിയതിന് പീരുമേട് എൽആർ തഹസീൽദാരുടെ പരാതിയിലാണ് നടപടി. അനധികൃത നിർമ്മാണം നടത്തിയ സജിത് ജോസഫിനെതിരെയാണ് വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്തത്. ഈ മാസം 6-ന് പീരുമേട് താലൂക്കിലെ 5 സർവേ നമ്പറുകളിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇത് ലംഘിച്ചാണ് പരുന്തുംപാറയിലെ സർക്കാർ ഭൂമിയിൽ സജിത്ത് ജോസഫ് തന്റെ റിസോർട്ടിനോട് ചേർന്ന് കുരിശു പണിതത്. 24 വാർത്തയ്ക്ക് പിന്നാലെ കുരിശ് റവന്യൂ സംഘം പൊളിച്ചു നീക്കി. ഇതോടെ ജില്ലാ കളക്ടറുടെ നിരോധനാജ്ഞ ലംഘിച്ചതിന് BNS 223 പ്രകാരം സജിത്ത് ജോസഫിനെതിരായ കേസെടുക്കുകയും ചെയ്തു. ഇതിനിടെ മഞ്ചുമല പീരുമേട് വില്ലേജുകളിൽ നഷ്ടപ്പെട്ട സർക്കാർ ഭൂമി കണ്ടെത്താൻ ഡിജിറ്റൽ സർവേ തുടങ്ങി. ജില്ലാ കളക്ടർ നിയോഗിച്ച 15-അംഗ സംഘത്തിന്റേതാണ് പരിശോധന. കയ്യേറ്റ ഭൂമിയെന്ന് കണ്ടെത്തിയ സർവേ നമ്പർ 441-ലെയും 534-ലെയും രേഖകൾ വിശദമായി പരിശോധിക്കും. മഞ്ചുമല വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം ഡീറ്റെയിൽ സർവേ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പൂർത്തീകരിച്ചപ്പോൾ മഞ്ചുമല വില്ലേജിൽ 441 എന്ന് പറഞ്ഞ സർവേ നമ്പറിലും പീരുമേട് വില്ലേജിൽ 534 എന്ന് പറഞ്ഞ സർവേ നമ്പറിലും വ്യാപകമായ കയ്യേറ്റമുണ്ടെന്ന് ജില്ലാ ഭരണകൂടം സംശയിക്കുന്നു. സർവേ നമ്പർ 441 ഉൾപ്പെടുന്ന 3 ഏക്കർ 33 സെന്റ് സർക്കാർ ഭൂമിയിൽ സജിത്ത് ജോസഫ് 5 ബഹുനില കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട്. പരുന്തുംപാറയിലെ അന്വേഷണത്തിന്റെ പുരോഗതി എല്ലാ ദിവസവും ജില്ലാ കളക്ടർ നേരിട്ട് വിലയിരുത്തും. പരുന്തുംപാറയിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ റവന്യൂ മന്ത്രി കെ രാജൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 ഇടുക്കി.